സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച ഒരു സീരീസ് കിടപ്പുണ്ട് OTT-യിൽ. ജീവിതത്തിൽ യാതൊരു പണിക്കും പോവാൻ താല്പര്യമില്ലാത്ത, ഉത്തരവാദിത്തങ്ങളെ വെറുക്കുന്ന നായകൻ പൈസയ്ക്ക് സുഖമായുള്ള ജീവിതത്തിനു വേണ്ടി കുറെ അധികം പെണ്ണു കെട്ടുന്ന കഥയാണതിൽ. ഒടുക്കം എല്ലാ ഭാര്യമാരെയും കൂടി ഒന്നിച്ചു നോക്കേണ്ട അവസ്ഥ അയാൾക്ക് വന്നു. അത് കഥയാണെങ്കിലും ഇങ്ങ് ജീവിതത്തിൽ കഥയിലെ നരേന്ദ്രനെ വെല്ലുന്ന ഒരാളുണ്ട്. കക്ഷിയുടെ പേര് ദീപു ഫിലിപ്പ് എന്നാണ്. ജോലി അങ്ങനെയൊന്നുമില്ല. കുറെ കല്യാണം കഴിക്കണം, ലൈംഗിക സുഖം വേണം, പിന്നെ അവരുടെ സ്വർണവും പണവും വേണം, മടുക്കുമ്പോ അടുത്ത ആളിനെ തേടണം. അത്രയ്ക്ക് പാവ മനുഷ്യനാണ് ദീപു ഫിലിപ്പ്. മൊത്തം 4 കെട്ടിയ അയാൾക്ക് പാറയായതും ഈ ഒരു വെറൈറ്റി ഹോബി തന്നെയാണ്. ദീപുവിന്റെ 2ാം ഭാര്യയും നിലവിലുള്ള 4ാം ഭാര്യയും കൂടി ഫേസ്ബുക്ക് വഴി കൂട്ടായതോടുകൂടിയാണ് ഈ വിവാഹ തട്ടിപ്പുകാരൻ കുടുങ്ങിയത്. 4ാം ഭാര്യയായ ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയിലാണ് ദീപുവിനെ പോലീസ് കുടുക്കിയത്. നിർണായകമായ നീക്കങ്ങളിലൂടെയാണത്. കൂടുതൽ സ്ത്രീകളെ ഇയാൾ വഞ്ചിച്ചു എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2022 മാർച്ച് 1-നും ഈ വർഷം ഫെബ്രുവരി 7-നും ഇടയിലുള്ള കാലയളവിലാണ് യുവതിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഒറ്റപ്പെടലിന്റെ വേദന തീർക്കാൻ എന്ന കണ്ണീർ കഥയുമായി 4 കെട്ടിയ യുവാവിന് ഭാര്യമാരുടെ ഫേസ്ബുക്ക് സൗഹൃദമാണ് കെണിയായത്. ഇവർ രണ്ടുപേരും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടത് ദീപു അറിയാത്തതാണ് വിനയായത്. കാസർഗോഡ് വെള്ളാരിക്കുണ്ട് സ്വദേശിനിയെ 10 കൊല്ലം മുമ്പ് വിവാഹം കഴിച്ചുകൊണ്ടാണ് ദീപു തന്റെ യാത്ര തുടങ്ങുന്നത്. യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയ ഇയാൾ പിന്നീട് ഭാര്യയെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ചു. തുടർന്ന് കാസർഗോഡുള്ള മറ്റൊരു യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് മുങ്ങി. അവിടെ കുറെ കാലം ഒരുമിച്ച് താമസിച്ച ശേഷം അവിടെ നിന്നും സ്ഥലം വിട്ടു. ശേഷം എറണാകുളത്ത് എത്തിയ ഇയാൾ അവിടെ ഒരു സ്ത്രീയുമായി അടുക്കുകയും കുറെ നാൾ അവരുമൊത്ത് കഴിയുകയും ചെയ്തു. തുടർന്നാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിനിയുമായി അടുപ്പം സ്ഥാപിച്ചത്. വിവാഹമോചിതയായ ഇവരെ പിന്നീട് അർത്തുങ്കൽ വെച്ച് കല്യാണം കഴിച്ചു. താൻ അനാഥനാണ് എന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. വിവാഹം കഴിച്ചാൽ തനിക്കൊരു ജീവിതമാവും, ഒറ്റപ്പെടുന്നതിന്റെ വേദന മാറുകയും ചെയ്യും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വലയിൽ വീഴ്ത്തും. തുടർന്ന് ഒരുമിച്ച് ജീവിച്ച് ലൈംഗികമായി ഉപയോഗിക്കുന്ന പ്രതി താല്പര്യം കുറയുമ്പോൾ അടുത്ത ആളെ തേടി പോകും. ആലപ്പുഴ സ്വദേശിനിക്ക് ഇയാളിൽ സംശയം ജനിച്ചതാണ് കേസിൽ നിർണായകമായത്. അവർ പോലീസിന് വിവരം കൈമാറി. പ്രതിയെ നിരീക്ഷിച്ചാണ് പോലീസ് തട്ടിപ്പിലെ വസ്തുതകൾ തിരിച്ചറിഞ്ഞത്. താൻ അനാഥനാണെന്നും വിവാഹം കഴിച്ചാൽ ഒറ്റപ്പെടുന്നതിന്റെ വേദന മാറുമെന്നുമുള്ള സങ്കടം ദീപു യുവതികളോട് പറയും. ഇങ്ങനെ വീഴുന്നവരെ കല്യാണം കഴിക്കും. അതിനുശേഷം കുട്ടികളാവുമ്പോൾ സ്വർണവും പണവുമായി കടക്കും. 2ാമത്തെ ഭാര്യ അടുത്തിടെ ദീപുവിന്റെ നിലവിലെ ഭാര്യയായ ആലപ്പുഴ സ്വദേശിനിയുടെ ഫേസ്ബുക്ക് സുഹൃത്തായി. അപ്പോഴാണ് അവരുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് തന്റെ മുൻ ഭർത്താവ് ഇരിക്കുന്ന ചിത്രം കണ്ടത്. ഇതോടെ 2ാം ഭാര്യ ദീപുവിന്റെ കള്ളക്കളികൾ വിശദീകരിച്ചു കൊടുത്തു. ദീപുവിന് മുൻപുണ്ടായ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ ഇൻഷുറൻസ് തുകയായ 3.5 ലക്ഷം കിട്ടിയപ്പോൾ തന്നോടുള്ള താല്പര്യം കുറഞ്ഞതായും ഉപേക്ഷിച്ച് കടക്കാൻ പോകുന്നെന്നും ഇതിനിടെ ആലപ്പുഴ സ്വദേശിനിക്ക് തോന്നി. ഇതോടെ പോലീസിൽ പരാതിയും എത്തി. കാസർഗോഡ്, വെള്ളരിക്കുണ്ട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ യുവതിയെ എത്തിച്ച് ഇയാൾ ബലാത്സംഗം നടത്തിയതായും പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദീപുവിനെ പിടികൂടുകയായിരുന്നു. ശനിയാഴ്ച കോന്നി പോലീസിന് കൊടുത്ത പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പ്രതിയെ പത്തനംതിട്ട ഭാഗത്തു നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിക്കാണ് ഇയാളെ പിടികൂടിയത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തെളിവുകൾ ശേഖരിച്ച പോലീസ് ഇയാളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി. പത്തനംതിട്ട JFM കോടതി 2-ൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. അങ്ങനെ ദീപു ഒടുക്കം നാഗേന്ദ്രൻ പെട്ടതുപോലെ പെട്ടു. ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ച് ഈ കെട്ടിയവരിൽ ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങി പോകുമോ അതോ തന്റെ യാത്ര വീണ്ടും തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.